തിരുവനന്തപുരത്ത് വീണ്ടും കോളറ സ്ഥിരീകരിച്ചു. ഒരു കോളറ കേസ് കൂടിയാണ് സ്ഥിരീകരിച്ചത്. കൂടാതെ 24 മണിക്കൂറിനിടെ 129 പേർക്ക് ഡെങ്കിപ്പനിയും കണ്ടെത്തി. അതേസമയം സംസ്ഥാനത്ത് 12,508 പേർ പനി ബാധിച്ച് ചികിത്സ തേടി. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി കാർത്തിക, ഈ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിനാവുന്നില്ല എന്നുള്ളതാണ് ഈ കണക്ക് സ്ഥിരീകരിക്കുന്നത്. ഏറ്റവും പുതുതായി ഒരാൾക്ക് കൂടി കോളറ തലസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ രശ്മി. വിനോദ്, തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലെ പുനരധിവാസ കേന്ദ്രത്തിലാണ് ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ ഈ കേന്ദ്രത്തിൽ കോളറ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 12ആയി ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലും ആരോഗ്യവകുപ്പിനായിട്ടില്ല. മാത്രമല്ല 24 മണിക്കൂറിടെ സംസ്ഥാനത്ത് 129 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു ഡെങ്കി മരണവും സംശയിക്കുന്നുണ്ട്. ഒരു വെസ്റ്റ് നൈൽ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 36 പേർക്ക് H1N1 14 പേർക്ക് എലിപ്പനിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5 മലേറിയ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മലപ്പുറത്ത് 4 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം 10,000-ലധികം പേർക്ക് സംസ്ഥാനത്ത് പകർച്ചപ്പനി, അതായത് പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട്. ഇതാണ് സംസ്ഥാനത്തെ ഒരു സാഹചര്യം. 12,508 പേരാണ് വൈറൽ പനി ബാധിച്ച് ചികിത്സ തേടിയിരിക്കുന്നത്. ഏതായാലും ഓരോ ദിവസം കഴിയും തോറും സംസ്ഥാനത്ത് ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. ഏതാണ്ട് 11-ലധികം പകർച്ചവ്യാധികളാണ് സംസ്ഥാനത്ത് നിലവിൽ ഇപ്പോൾ വ്യാപിക്കുന്നത്. ഇത് പിടിച്ചു നിർത്താൻ ആവശ്യമായിട്ടുള്ള യാതൊരു നടപടികളും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിമർശനം ശക്തമാണ്. വിനോദ്, വളരെ വ്യക്തമാണ്. കാരണം സംസ്ഥാനത്ത് 11ഓളം പകർച്ചവ്യാധികൾ പടരുന്നു. കാലവർഷം ശക്തമാകുമ്പോൾ കോളറ അടക്കമുള്ള രോഗങ്ങൾ വ്യാപകമായി വരുന്നു. 10,000-ഓളം പേരാണ് ഇപ്പോൾ പനി ബാധിച്ച് ചികിത്സയിലുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും രശ്മി കാർത്തിക.